ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഒരു കപ്പിൾ ചലഞ്ചുമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ആൻസർ പറയണം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് എന്താണെന്ന് നമുക്ക് കാണണ്ടേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പനിയൊക്കെ മാറിയാന്നുള്ളത്. പനിയില്ല, എനിക്ക് ചുമയാണ്. ചുമ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ആശ്വാസമുണ്ട്. അപ്പോൾ അത് കാരണം സൗണ്ടിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. എനിക്ക് അധികം ചിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഞാനത് കാരണം ഇച്ചിരി കുറക്കും. ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചുമച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അത് കാരണം നമുക്ക് നമ്മുടെ എന്തായാലും ചലഞ്ച് വീഡിയോസിലേക്ക് പോവാം, അല്ല ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യം ഞാൻ ചേട്ടടാ ചോദിക്കാൻ പോണേ. ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞത് ആരാ? ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞത് ആരാ? എനിക്ക് ഓർമ്മയില്ല ആരാ പറഞ്ഞെന്നല്ല. ഗൈസ്, ചേട്ടക്ക് ഓർമ്മയില്ലെന്നാ പറയണത് ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്കും കൃത്യമായിട്ട് അറിയാൻ പാടില്ല എന്താ സംഭവിച്ചേക്കണത്. അത് ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയുമ്പോൾ ഞങ്ങൾ പിന്നെ പറയാം കേട്ടോ അതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് പറയാൻ പറ്റില്ല ആദ്യം ആരാണ് ഐ ലവ് യു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തായാലും ഇങ്ങനെ ഫ്ലോപ്പ്. അതെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഫ്ലോപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. പിന്നെ ആദ്യമായി ക്രഷ് തോന്നിയത് ആർക്കാണ്? അതും അറിയില്ല. പിന്നെ ക്രഷ് തോന്നിയില്ല. അതാ ക്രഷ് തോന്നി ആദ്യം ആർക്കാ തോന്നിയേ? ചേട്ടക്ക് തന്നെയല്ലേ തോന്നിയ? ചേട്ടൻ തുറന്ന് പറ. നിനക്ക് എന്നോട് ക്രഷ് തോന്നിയിട്ടുണ്ടല്ലോ പണ്ട്. അതാ ശരി, ആദ്യം ആർക്കാ തോന്നിയെന്ന് പറയാൻ പറ്റില്ല. ക്രഷ് രണ്ടുപേർക്കും പണ്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്ലോപ്പ്. ഗൈസ്, എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി എന്നാ ഞാൻ ചോദിക്കാം, ഏറ്റവും കൂടുതൽ ജലസി ഉള്ളത് ആർക്കാ? ജലസി ഉള്ളത് യു. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഇപ്പം ഞാനിവിടെ ഇപ്പം നമ്മുടെ കുറുവാച്ചനോ അല്ലെങ്കിൽ നാട്ടിൽ മാരിയോ പിള്ളേരുടെ ഒക്കെ ഞാൻ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര ജലസാണ് എനിക്ക്. ഒരുമാതിരി എക്സാമ്പിൾ ആയിപ്പോയേട്ടാ. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ സോറി പറയുന്നത് ആര്? അത് നീ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സോറി പറഞ്ഞ നീയാണ്. ഞാൻ സോറി പറയുമെങ്കിലും കൂടുതലും സോറി പറഞ്ഞ നീ തന്നെയാണ്. നെക്സ്റ്റ്, നമ്മളിൽ സർപ്രൈസ് തരാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണ്? ചേട്ടക്കാണ്. എനിക്ക് സർപ്രൈസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കറിയാൻ പാടില്ല സർപ്രൈസ് കൊടുക്കാനായിട്ട്. ഞാൻ സർപ്രൈസ് കൊടുത്താൽ ഫ്ലോപ്പായി പോകും. ഞാൻ ആദ്യമായിട്ടൊരു സർപ്രൈസ് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ചേട്ടയുടെ കഴിഞ്ഞ ബർത്ത്ഡേക്കാണ് സർപ്രൈസ് കൊടുത്തത് ആദ്യമായിട്ട്. അത് ചേട്ടക്ക് സർപ്രൈസായി, ചേട്ടൻ കരയൊക്കെ ചെയ്തിട്ടാ. പക്ഷേ അതിൻ്റെ ടാസ്ക് അതല്ല. അത് ഞാൻ ഫുൾ വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ ഓണാക്കിയെന്ന് ഓർത്തിരുന്ന്, പക്ഷെ ഓണാക്കിയിട്ടില്ലായിരുന്നു, റെക്കോർഡായില്ലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ആ സർപ്രൈസ് മാത്രമായിട്ട് വെക്കാനായിട്ടൊരു മടി കാരണം ഞാനത് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ബാക്കി സർപ്രൈസ് ആയതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഒന്നും കണ്ടൻറ് ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് ഞാൻ വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കാണിച്ചു തരാം. അതാണ് ചേട്ടൻ. പക്ഷേ എനിക്ക് ഒരുപാട് സർപ്രൈസ് തന്നിട്ടുണ്ട്. നാട്ടിൽ വെച്ചും തന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടും കുറേ സർപ്രൈസ് തന്നിട്ടുണ്ട്. അത് കാരണം ചേട്ടൻ അതൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് നല്ല മിടുക്കനാണ്. ഞാൻ അത്രയും പ്രൊഫഷണൽ അല്ല. അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ ഏറ്റവും സൂപ്പർ ചേട്ടനാണ്. പിന്നെ ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ലേറ്റായിട്ട് റിപ്ലൈ തരുന്ന ആരാ? ചേട്ടൻ തന്നെയാണ്. ആർക്കെങ്കിലും ചേട്ടയോട് അത്യാവശ്യമായിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്നെ വിളിച്ച് പറയേണ്ടതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ റിപ്ലൈ പ്രതീക്ഷിക്കേണ്ടത് 2 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അന്ന് രാത്രിയോ പാതിരാത്രിയൊക്കെ ആയിരിക്കും റിപ്ലൈ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോർമലി എല്ലാവരും എന്നെയാണ് കോൺടാക്റ്റ് ചെയ്യാറുള്ളത്. കാരണം ഞാനായിരിക്കും എപ്പോഴും റിപ്ലൈ ഒക്കെ കൊടുക്കാറുള്ളത് കൃത്യമായിട്ട്. പിന്നെ നമ്മളിൽ കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടുള്ളത് ആരാ? റൊമാൻറ്റിക് എനിക്ക് തോന്നിയിരിക്കണത് ചേട്ടനാണെന്നാ. പക്ഷെ എനിക്ക് തോന്നിയിരിക്കുന്നത് നീയാണെന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റൊമാൻറ്റിക്കാണ് ഗൈസ്. ഇനി ചേട്ടൻ ചോദിക്കേ, ഞാൻ ഇവിടം വരെ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്നത് ആരാണ്? ഷോപ്പിംഗ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഷോപ്പിംഗ് നന്നായിട്ട് ചെയ്യും. പക്ഷേ കടയിൽ കയറി കഴിഞ്ഞാൽ എനിക്കൊരു സ്വഭാവം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൈസ് ടാഗ് കണ്ടാൽ അവിടെ മാറ്റി വെക്കും.
എനിക്ക് ഷോപ്പിംഗ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം കടയിൽ പോയി ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് എപ്പോഴും കൂടുതലും ചെയ്യാറുള്ളത്. പക്ഷേ അത് വാങ്ങിച്ചുകൊണ്ട് പോരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചേട്ടക്കാണ് ഏറ്റവും കൂടുതൽ. ചേട്ടൻ ഇങ്ങനെ നോക്കിയാലും ചേട്ടൻ അത് എടുത്തുകൊണ്ടേ പോരുള്ളൂ. ഞാൻ പക്ഷെ അങ്ങനെയല്ല, പ്രൈസ് ടാഗ് ആദ്യം നോക്കും. ഓക്കെ, ഇതെനിക്ക് പറ്റിയതല്ല എന്ന് കാണുമ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, പ്രൈസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പോരാറുണ്ട്. ചേട്ടൻ അങ്ങനെയല്ല. അപ്പം ചേട്ടയാണ് ആ അതിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കുന്നത് ആരാണ്? ഗൈസ്, നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കണ ആരാണ്. ഞാൻ തന്നെയാണ് ഗൈസ്, ഞാൻ തന്നെയാണ്. എനിക്ക് ഞാൻ ഭയങ്കര ഫോട്ടോ അഡിക്റ്റ് എന്ന് പറയാനേ പറ്റുള്ളൂ. എനിക്ക് എല്ലാ മൊമെൻറ്റ്സും, അതിപ്പോൾ നല്ല മൊമെൻറ്റ്സ് ആയിക്കോട്ടെ ചീത്ത മൊമെൻറ്റ്സ് ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ നെബുലൈസേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അതുവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ചാവാൻ കിടന്നാലും റെക്കോർഡ് ചെയ്യാം. പക്ഷേ എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്ത് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. കാരണം നമുക്ക് ആ മൊമെൻറ്റ് പിന്നെ കിട്ടില്ലല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും ഇപ്പോൾ ട്രിപ്പ് പോവുകയോ എവിടെയെങ്കിലും സ്ഥലം കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. എനിക്ക് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ ചെന്നിരിക്കുന്ന സ്ഥലത്തെ അറ്റ്മോസ്ഫിയർ നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മൾ കണ്ട് ആസ്വദിക്കുക. നേരെ ഓപ്പോസിറ്റാണ് ഇവൾക്ക് ആ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കണം. രണ്ടുപേർക്കും രണ്ട് ടേസ്റ്റാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നാളെ ഒന്ന് കാണാൻ നമ്മുടെ കയ്യിൽ ഒരു പിക്ചർ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. മനസ്സിൽ ഓർമ്മകളുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇപ്പം നമ്മുടെ കുഞ്ഞിലത്തെ ആണെങ്കിലും നമ്മുടെ കയ്യിൽ കുറേ മൊമെൻറ്റ്സ് ഓർമ്മയുണ്ട്. പക്ഷെ അന്നൊന്നും ഇതുപോലെ ഫോണില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ക്യാമറയൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ കയ്യിൽ ഒത്തിരി പിക്ചേഴ്സൊന്നും ഇല്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ ആണെങ്കിലും അതിനും മാത്രം പിക്ചേഴ്സൊന്നും ഇല്ല, വളരെ കുറച്ച് പിക്ചേഴ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിക്കണത് എന്താ, നാളെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ ഈ പിക്ചേഴ്സ് ഇല്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഫോട്ടോസും വീഡിയോസും എടുത്ത് എല്ലാം കീപ്പ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂടുതൽ ഫണ്ണി ആരാണ്? ആരാ ചേട്ടൻ? കൂടുതൽ ഫണ്ണി ആരാണെന്ന് വെച്ചാൽ അത് നീ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ചുമ്മാ എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ ചിരിപ്പിക്കാനായിട്ട് ഡാൻസ് അറിയാൻ പാടില്ലെങ്കിലും ഡാൻസ് കളിക്കുക. അറിയാൻ പാടില്ല, രണ്ട് എന്ന് വെച്ചാൽ മറ്റേ മിഡിൽ നിൽക്കുന്ന ആള്. അപ്പൊ ഇതേപോലെ എന്നെ എനിക്ക് അപ്പൊ ഇതേപോലെ എന്നെ ചിരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കോപ്രായൊക്കെ കാണിച്ച് ഫണ്ണിയാക്കാൻ നോക്കുന്ന ആൾ എപ്പോഴും ഉള്ളത് തന്നെയാണ്. അതിന് എനിക്കൊരു കഴിവുണ്ട് ഗൈസ്, അങ്ങനെ ഫണ്ണിയാക്കാനായിട്ട്. അടുത്തത്, കൂടുതൽ ക്യൂട്ട് നിക്ക് നെയിംസ് വിളിക്കുന്നത് ആരാണ്? അതും നീ തന്നെയാണ്. എന്താ നീയാണ് ഓരോ നിക്ക് നെയിംസ് വിളിക്കുന്നത്. ഞാൻ അങ്ങനെ ചേട്ടൻ എന്നെ ഒന്നും വിളിക്കാറില്ല ഗൈസ്. ആകെപ്പാടെ ജോച്ചു എന്ന് വിളിക്കും, എടീന്ന് വിളിക്കും. ഈ രണ്ടും അല്ലാണ്ട് ചേട്ടൻ എന്നെ ഒന്നും വിളിക്കാറില്ല. ഞാനാണെങ്കിൽ മുത്തേ, പൊന്നേ, ചക്കരേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വിളിക്കണമെന്ന് അറിയാവാ, എന്തൊക്കെ സോപ്പിടൽ നടത്തണമെന്ന് അറിയാവാ. ചില സമയത്ത് പിടങ്ങിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടിയൊന്നും ഇല്ല, അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നിന്നുണ്ട് സോപ്പിട്ട് കുറേ നിക്ക് നെയിമൊക്കെ വിളിച്ച് കഴിയുമ്പോഴാണ് ഒന്ന് എന്താ അയഞ്ഞു കിട്ടണത്. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രേക്കപ്പ് ആയാൽ ആദ്യം മെസ്സേജ് അയക്കണതായിരുന്നു. ബ്രേക്കപ്പ് ആയിട്ടില്ല അതല്ല, എന്നാലും നമ്മൾ വഴക്ക് പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ആരായിരിക്കും മെസ്സേജ് അയക്കണം? മെസ്സേജ് അയക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഞാനങ്ങനെ സോറി പറയുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇവള് പക്ഷേ വന്ന് സോറി പറയുകയോ മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഉൾട്ടായിട്ടുണ്ട്. ഞാനാണ് വന്ന് സംസാരിക്കുകയും സോറി പറയുകയൊക്കെ ചെയ്യുന്നത്. ഇവളിപ്പോൾ പിന്നെ വെറുതെ തള്ളുവാണ്. ഇപ്പൊ ഒന്ന് ഇടിപിടിച്ചറിയാം ആരാ വന്നേന്ന്. ആരാ? ഞാൻ തന്നെ വന്ന് സംസാരിക്കാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്യൂച്ചർ പ്ലാനിങ്. ഓക്കെ, ഫ്യൂച്ചർ പ്ലാനിങ് കൂടുതൽ ചെയ്യുന്നത് ആരാണ്? ഞാനാണ് ഗൈസ്, ഞാനാണ്. കാരണം നമ്മളെപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണമല്ലോ. നമുക്കറിയില്ല നാളെ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. നാളെ എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ നാളെ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കണമല്ലോ.
അപ്പൊ നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാതെ പറ്റില്ല. അത് നാളെ നമ്മൾ ജീവിക്കില്ല, നമുക്ക് ഉറപ്പില്ല. ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് പറ്റി വലിയ പ്രയോജനമില്ല. ഞാനൊരു കാര്യം കേട്ടെ, നാളെ നമ്മള് ജീവിക്കോ ഇല്ലെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ നമ്മള് നമ്മുടെ കയ്യിലുള്ള ഇന്ന് തീർക്കുവാണ്. നാളെ ജീവിക്കേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ജീവിക്കേണ്ടി വന്ന നാളത്തെ കാര്യമല്ലേ. നാളെ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇന്ന് കയ്യിലിരിക്കണ പൈസ കൂട്ടി വെച്ചിട്ട് നാളെ ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ ഈ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മുടെ ഉള്ളത് വെച്ച് ഞാൻ പറഞ്ഞ ദൂർത്തടിക്കണമെന്നല്ല പറഞ്ഞു, നമ്മുടെ ഉള്ളത് വെച്ച് നമ്മൾ എൻജോയ് ചെയ്യുക. ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ നടത്താറുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് പരമായിട്ടൊക്കെ ചർച്ചകളൊക്കെ ഞങ്ങൾ തമ്മിൽ നടത്താറുണ്ട്. ബിസിനസ് നമ്മുടെ ഭാവിയിലെ ബിസിനസിനെ കുറിച്ചൊക്കെ. ഇപ്പൊ നമ്മളെന്നും UK നിൽക്കാൻ പോണൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പണം സമ്പാദിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാനിങ് ഒക്കെ ഇങ്ങനെ ഞങ്ങൾ തിരുതിരെ നടത്തുന്നുണ്ട്. ഒന്ന് ഇതുവരെ എക്സിക്യൂഷൻ ആക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വിശക്കണമെന്ന് പറയുന്നത് ആരാണ്? ഞാനാണ്. ഞാൻ തന്നെ. ഇത് വിശക്കണമെന്ന് പറയണ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പറയും വിശക്കണമെന്ന് പറയും. വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരിക്കും ഇറങ്ങണം, എന്നാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിശക്കണമെന്ന് പറയും. ഏതെങ്കിലും കടയിൽ കയറി ഫുഡ് കഴിക്കും. ഇപ്പോൾ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി മേടിച്ച് കഴിക്കും. എന്നിട്ട് അത് കംപ്ലീറ്റ് കഴിക്കാല്ല, അതിൻ്റെ പകുതിയേ കഴിക്കുകയുള്ളൂ. ബാക്കിയുള്ള ബിരിയാണി ഞാൻ കഴിക്കണം. അത് കാരണം പിന്നെ ഞാനും പ്രോത്സാഹിപ്പിക്കും. കാരണം വെച്ചാൽ കഴിക്കുമ്പോഴത്തേക്കും എനിക്കും കഴിക്കാമല്ലോ എന്ന് കരുതി ബിരിയാണിയൊക്കെ പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാനും പ്രോത്സാഹിപ്പിച്ച് കൊടുക്കും. നമ്മളിൽ ഏറ്റവും നല്ലതായിട്ട് കുക്ക് ചെയ്യണ ആരായിട്ട്? കുക്ക് ചെയ്യുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ ഓവറായിട്ട് കുക്ക് ചെയ്യാറില്ല. ഞാൻ കുക്ക് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് മീറ്റ്, അതായത് ചേട്ട ബീഫ്, പോർക്ക്, ചിക്കൻ, ഇത് മൂന്നും ചേട്ടയാണ് നോർമലി കുക്ക് ചെയ്യാറുള്ളത്. ഇവിടെ വന്നതിന് ശേഷം, നാട്ടിൽ നിന്ന് വെച്ച് ചേട്ടൻ അങ്ങനെ കുക്ക് ചെയ്യത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ചേട്ടൻ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിൽ ചേട്ടൻ മെയിനായിട്ട് കുക്ക് ചെയ്യാറുള്ളത് ബീഫും പോർക്കും ചിക്കനുമാണ്. അത് മൂന്നും എനിക്ക് ഞാൻ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ചേട്ടൻ വെക്കണതാണ്. നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ വെക്കാറുള്ളതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പാർ. ഞാൻ സൂപ്പറായിട്ട് വെക്കൂലേ, സാമ്പാർ വെക്കും. പിന്നെ മീൻകറി വെക്കും. മീൻകറിയും സാമ്പാറും. പിന്നെ എന്താ ഞാൻ സ്പെഷ്യൽ വെക്കണം? മുട്ട നല്ലവർക്കും പപ്പടം നല്ലവർക്കും കൊച്ചാക്കി ഇല്ല, മീൻകറി വെക്കും നല്ലപോലെ. നന്നായിട്ട് മോര് കാച്ചും. പിന്നെ സാമ്പാർ വെക്കും. പിന്നെ ചിക്കൻ സ്റ്റൂ വെക്കും. ചിക്കൻ സ്റ്റൂവും ബീഫ് സ്റ്റൂ ഒക്കെ ഞാൻ വെക്കും കണ്ടോ. അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചതാണ്. പക്ഷേ ഞാൻ സൂപ്പറായിട്ട് വെക്കും. ഫസ്റ്റ് ട്രയൽ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ തക്കാളി ചമ്മന്തി, അപ്പമൊക്കെ ഞാൻ സൂപ്പറായിട്ട് ഉണ്ടാക്കും അല്ലേ. പുട്ട്, അതാണ് എൻ്റെ മെയിൻ. പുട്ട് വിട്ടുള്ള കളിയില്ല ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ദിവസം ഫോണില്ലാതെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റാത്ത ആർക്കാണ്? അത് നിനക്ക് തന്നെയാണ്. അങ്ങനെയല്ല, 2 പേർക്കും പറ്റൂല ഗൈസ്. 2 പേർക്കും പറ്റൂലെന്നല്ല, പറ്റും. പക്ഷെ ഇപ്പൊ കുറെ നാളുകളായിട്ട് എന്നെക്കാൾ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത് അതില്ലെന്ന് ഞാൻ പറയണില്ല. ഞാനിപ്പോൾ റീൽസൊക്കെ ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സത്യം പറഞ്ഞാൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എണീക്കുമ്പോൾ എടുത്ത് നോക്കും വ്യൂസായോ. മറ്റേ റീൽസിൽ കാണുന്ന പോലെ ഇല്ല. ചില റീൽസൊക്കെ ഇല്ലേ, ഒരു റീൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം വ്യൂസ് ആയോ എന്ന് അറിയാൻ വേണ്ടി കയറി നോക്കണ പരിപാടി അതെനിക്കും ഉണ്ട് ഗൈസ്. എനിക്ക് എഴുന്നേൽക്കുമ്പോൾ ഉറക്കത്തിലാണെങ്കിലും ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നോക്കും എത്ര വ്യൂസായി, ലൈക്ക് ഉണ്ടോ, ഷെയർ ഉണ്ടോ, കമൻറ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കും. അത് ഈ റീൽസ് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അതിന് മുന്നേ ഒന്നും ഞാൻ ഇത്ര ഫോൺ അഡിക്റ്റ് അല്ലായിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞേ. അതായത് പിന്നെ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യമേ നോക്കണത് റീൽസിന് എത്ര വ്യൂ ആയി, ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യമേ ചെയ്യണത്. പക്ഷേ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ ഇടയിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് തന്നിട്ടാണ് ഉറങ്ങുന്നതും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് തരും. പിന്നെ ഞാൻ പേഴ്സണലി ഒരു പ്രെയർ ഉണ്ട് എൻ്റെ, ആ പ്രെയർ കഴിഞ്ഞിട്ടാണ് മോർണിംഗിൽ എഴുന്നേൽക്കുന്നത്.
ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇയാള് ഈ കിസ് തരുന്ന കാര്യങ്ങളൊക്കെ മറന്ന് ഫോണ് നോക്കി നേരെ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി നേരെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം. നമ്മളൊരാൾ ഇവിടെ കിടക്കുന്നത് ഇതൊന്നും ഓർമ്മയില്ല. അവസാനം പിന്നെ ഞാൻ കംപ്ലൈന്റ് ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഓർക്കണത്, ഇങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇല്ല, അത് 2-3 ദിവസം ഞാൻ മറന്നുപോയതല്ല, ഞാൻ എണീക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് ഞാൻ പുറത്തേക്ക് പോകും. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് നീ ചില കാര്യങ്ങളൊക്കെ മറക്കുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറഞ്ഞ്. അപ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ മനസ്സിലാത്തത് ആകെ 250 ഫോളോവേഴ്സ് എന്തോ ആയിട്ടുള്ള യൂട്യൂബിൽ 250 ഫോളോവേഴ്സ് ആയപ്പോഴേ നമ്മളെ കിസ് തരാൻ മറന്ന്. ഇനി എന്തൊക്കെ മറക്കാൻ കിടക്കുന്നു 1 മില്യൺ ഒക്കെ ആകുമ്പോൾ. പിന്നെ 1 മില്യൺ ഇല്ല കേസ്, നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണമല്ലോ, അത്രേ ഉള്ളൂ. അതെ, കമ്മിറ്റ്മെന്റ് വേണം. അറിയാണ്ട് വന്നു പോയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അത് ഞങ്ങൾ പിന്നെ പറയുള്ളൂ ഗൈസ്. ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നുള്ളത് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യും. കാരണം അത് പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും ബിഗ് സ്റ്റോറിയാണ്. അതെ തന്നെ, ബിഗ് സ്റ്റോറിയാണ്. അതിൽ കുറേ ട്വിസ്റ്റുകളുണ്ട്. അത് കാരണം ഞങ്ങൾക്കത് ലോങ് വീഡിയോ ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് അറിയണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോയ്ക്ക് താഴെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തെങ്കിലും ടൈം കിട്ടുന്ന പോലെ, കാരണം അത് പറയാനാണെങ്കിൽ കുറച്ച് സ്റ്റോറി അധികം ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ട് ഞങ്ങളൊരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് മൂവി ഏതാണ്? ഫസ്റ്റ് മൂവിയോ? നമ്മൾ രണ്ടുപേരും കൂടെ കണ്ട ഫസ്റ്റ് മൂവി എൻ്റെ ഓർമ്മയിൽ നോക്കണമല്ലോ. ഫസ്റ്റ് മൂവി മറ്റേ അവൻ്റെ അല്ലായിരുന്നോ, പ്രേമത്തിൽ അവനുണ്ടല്ലോ, നിവിൻ പോളി അല്ല, പ്രേമത്തിൽ ഉള്ള, അയ്യോ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. സീൻ പറ. ഒരു പെണ്ണുമായിട്ട് ബസ്സിലൊക്കെ പോണ സിനിമ, അതിന്റെ പേര്, സിനിമയുടെ പേര് എനിക്കറിയാൻ പാടില്ല. പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞതല്ല. ഹാപ്പിയാ? ഹാപ്പി അല്ല, ഹാപ്പി അല്ല, ഒറിജിനൽ പൊടി. അയ്യോ, നമ്മുടെ ഗിരിരാജൻ കോടിയൊക്കെ ഉള്ള സിനിമയല്ലേ? അത് തന്നെ. മറ്റേ ഗ്രേസിനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണ അത് തന്നെ. സിനിമയുടെ പേര് ഞാൻ പറഞ്ഞത്. ഒരു കോമഡി മൂവിയാ. അത് തന്നെ. അതായിരുന്നു ഫസ്റ്റ് മൂവി. അതായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനതാ ഓർക്കണത്. ആയിരിക്കും. കുറേ വർഷമായില്ലേ ഗൈസ്, മറന്നുപോയി. 8 വർഷം. 8 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം. 2 വർഷം മുമ്പേ കല്യാണം ഉറപ്പിച്ചതല്ലായിരുന്നോ? 10 വർഷമായി. 2016, 20, ഇപ്പം 26 ആയില്ലേ. 10 വർഷത്തെ പരിചയമുണ്ട്. 2017 മറ്റാണ് ഞങ്ങൾ സിനിമ കണ്ടതെന്ന് തോന്നുന്നു. അത് കാരണം ഞങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ ആ മൂവിയുടെ നെയിം ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. പക്ഷേ ഇതാണ് ഇതുമേലൊക്കെ ഇരുന്ന് പോണത്. ബസ്സിലൊരു നമ്മുടെ നാട്ടിലെ എയർ ബസ് ഉണ്ടല്ലോ, ആ ബസ്സിലിരുന്ന് തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്യണത് ആ ഒരു സീനായിരുന്നു. ആ ബസ്സിൽ എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്. കല്യാണാലോചന നടത്തുന്ന നമ്മുടെ പ്രേമത്തിൽ അവന്മാരെ ഗിരിരാജൻ കോഴിയൊക്കെ ഉണ്ട്. പിന്നെ കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല സിനിമ ഏതാന്ന്. സിനിമ ഞാനും പറഞ്ഞു എനിക്ക്, പക്ഷേ ഫിലിം ഞാൻ ഓർക്കുന്നു. അതന്നെ, മറ്റേ മറ്റുള്ള ഗിരിരാജൻ കോഴി മറ്റേ സ്കൂളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അപ്പിട്ട ശരിയാ, അത് തന്നെ. പക്ഷെ ഞാൻ പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് എനിക്ക് ആദ്യം തന്നത് ചേട്ടൻ ഒരു കലാകാരൻ്റെ ആയിരുന്നു ഗൈസ്. കലാകാരനല്ല, എന്താ പറയുക, ആ കലാകാരൻ ആർട്ടിസ്റ്റായിരുന്നു. ചേട്ടൻ വരക്കും നന്നായിട്ട് കേട്ടോ. അപ്പോൾ ചേട്ടനെ കൊണ്ട് വരപ്പിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ ഒന്ന് മടി മാറ്റി. കാരണം നന്നായിട്ട് വരക്കും, പക്ഷേ വരക്കാൻ ഭയങ്കര മടിയാണ്. അത് കാരണം വരക്കുന്നില്ല. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഒരു പടം വരക്കാൻ പകുതിയാക്കി വെച്ചേക്കണതാണ്, ഇതുവരെയായിട്ട് അത് കംപ്ലീറ്റ് ആക്കി കിട്ടിയിട്ടില്ല. അപ്പോൾ ചേട്ടൻ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്ന ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചേട്ടൻ എൻ്റെ ഒരു നല്ല സൂപ്പർ ഫോട്ടോ വരച്ച് ചെയ്തത്. അതെനിക്ക് സർപ്രൈസായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. അതായിരുന്നു എനിക്ക് ആദ്യം തന്ന ഗിഫ്റ്റ്. ഞാൻ തന്ന ഗിഫ്റ്റ് എന്താ? നീ എനിക്ക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് വാച്ചായിരുന്നല്ലേ? യെസ് ഗൈസ്, വാച്ചല്ലേ? വാച്ച് ആണ്, വാച്ചാ. റീസെൻ്റ്ലി ഞാൻ നിനക്ക് തന്ന ഗിഫ്റ്റ്
അവസാനമായിട്ട് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റൊന്നും ഇല്ലായിരുന്നു. അതിന് മുന്നേ ചേട്ടയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് മുന്നേ സത്യം പറഞ്ഞാൽ കുറേ നാളായി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ട്. ഞാൻ ചോദിച്ചു എന്താ അവസാനമായിട്ട് വന്ന ഗിഫ്റ്റ് എന്താന്ന്. അവസാനമായിട്ട് വന്ന ഗിഫ്റ്റ് ഏതാന്ന് ഞാൻ മറന്നുപോയി. ഡ്രസ്സായിരുന്നാ? ഷൂ ആയിരുന്നാ? എനിക്ക് വളയാണ് വാങ്ങിച്ചു തന്ന ഗൈസ്. വളയല്ല, മാലയും കമ്മലും കൂടെ സെറ്റ്. അത് തന്നെ എനിക്ക് രണ്ടും കൂടെ സെറ്റായിട്ടുള്ള ഒരു കമ്മലും മാലയും കൂടി സെറ്റായിട്ടുള്ളൊരു ഇതായിരുന്നു വാങ്ങിച്ചു തന്നത്. പക്ഷേ എൻ്റെ കമ്മൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. 1 ഇയർ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് ആ ടൈമിലായിരുന്നു. ജൂലൈയിൽ വാങ്ങിച്ചതാണ്. 1 ഇയറായി. കണ്ട അത്രയും ലോങ്ങായി എനിക്ക് ചേട്ടൻ ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിട്ട്. അതിനുശേഷം എനിക്ക് മര്യാദക്ക് ജോലിയില്ല. പിന്നെ ഗിഫ്റ്റ് കിട്ടിയ ലാസ്റ്റ് ഗിഫ്റ്റ് വാച്ചായിരുന്നു. ഏതായിരുന്നു? സ്വച്ഛിൻ്റെ വാച്ചായിരുന്നു. അതെൻ്റെ ബർത്ത്ഡേക്കായിരുന്നു മാർച്ചിൽ. ഇത്രയൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ കപ്പിൾ ചലഞ്ചിലുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം. എന്നാലേ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും ഓവറായിട്ടുള്ള കാര്യങ്ങൾ കുറക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ, കുറക്കാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടണം. പിന്നെ ഫുള്ള് വീഡിയോസൊക്കെ കാണണം, സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണാൻ ശ്രമിക്കണം. പിന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള നമുക്കൊരു ആത്മവിശ്വാസം കിട്ടണത്. അപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോസായിട്ടൊക്കെ വരാം. ഞങ്ങളിതുപോലെയുള്ള നല്ല ഫണ്ണി നല്ല ക്യൂട്ടായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ വരുന്ന വീഡിയോസിൽ ഞങ്ങൾക്ക് ടൈം കിട്ടുന്ന പോലെ ഇതുപോലെ ഇതിപ്പോൾ എനിക്ക് ചുമയത് കാരണം ഞാൻ ഓഫ് എടുത്തിട്ടിരിക്കുന്നതാണ്. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ ടൈം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ആ വീഡിയോയ്ക്ക് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.